എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സ്പൈസി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. ചായയുടെയൊക്കെ ഒപ്പം സ്ഥിരമായിട്ട് ഒരേ പലഹാരം കഴിച്ച് മടുത്തെങ്കിൽ ഇതൊരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പഞ്ഞി പോലുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഞാൻ മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ്. അളവോപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 2 ഗ്ലാസ് മൈദാമാവ് അളന്നിട്ടെടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂണോളം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെ പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ. വലിയ തരിയായിട്ടുള്ള ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഈ ഒരു പഞ്ചസാരയും ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നല്ല പോലെ തന്നെ പൊങ്ങി വന്നതിന് ശേഷം ആ ഒരു മിക്സ് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ, പച്ചവെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചിട്ടെടുക്കരുത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടുമാവാൻ പാടില്ല. ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ല മയത്തിൽ നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് വീണ്ടും ഇതിലേക്ക് നെയ്യ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആക്കി തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പോളം വെള്ളം എടുത്തിരുന്നു. 1 കപ്പിൽ 3/4 കപ്പ് വെള്ളം മാത്രമേ എനിക്കത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു 1/4 കപ്പോളം മിച്ചമുണ്ട്. അപ്പോൾ നിങ്ങളും കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ ഇതിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചെറിയ നനവുള്ളൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, നല്ലപോലെ തന്നെ ഇതൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാം ബീഫുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് വേവിച്ചതിന് ശേഷം ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ബീഫാണ് കേട്ടോ ഇത്. അപ്പോൾ വേവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ഈ ഒരു ബീഫ് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 തവണ നമ്മളൊന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. അരഞ്ഞങ്ങ് പോകരുത്, ചെറിയതായിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ 1-2 തവണ ഞാനൊന്ന് കറക്കി എടുത്തതേ ഉള്ളൂ. ഈ ഒരു പരുവത്തിന് നമ്മൾ ബീഫ് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. നമ്മൾ സാധാരണ കട്ട്ലേറ്റിനൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഒന്ന് ആക്കിയിട്ടെടുത്താൽ മതി. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും. ഇതൊരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ആ ഒരു സവാള നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു പരുവത്തിന് സവാള നന്നായിട്ട് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ചച്ചൊവ മാറി വരുന്ന വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ ചെറിയതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബീഫാണ്. ഇനി ഒരു ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ബീഫും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നല്ല പോലെ തന്നെ പുഴുങ്ങിയിട്ട് ഇതിലൊന്ന് ഉടച്ചെടുത്താണ്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലൊരു സ്വല്പം എരിവിൻ്റെ ഒരു കുറവുണ്ട്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇതുപോലെ നമ്മുടെ ഒരു എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റോളം നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ നമുക്കിവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിൻ്റെ പകുതി മാവ് ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടിയിട്ടെടുക്കുക. ബാക്കി പകുതി നമ്മൾ ഇതുപോലെ അടച്ചതിനെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഡ്രൈ ആയി പോവും. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ ഇതുപോലെ കുറച്ച് പൊടി നമുക്കൊന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. അത്യാവശ്യം ഒരു കട്ടിക്ക് തന്നെ വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു കട്ടിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ 2ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു മാവ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂണോളം ചില്ലി സോസും ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടെ നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിതുപോലെ കുറച്ച് സോസ് ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ, ഇതിൻ്റെ സെൻറ്ററിലായിട്ട്. എന്നിട്ട് ഇതുപോലെ ഓരോന്നും ഒരു കോൺ ആകൃതിയിൽ നമുക്കൊന്ന് മടക്കിയിട്ടെടുക്കാം. നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ മാവിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സ് നമ്മൾ ഇതുപോലെ ചെറിയതായിട്ട് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അറ്റത്ത് മൈദയുടെ ഒരു മിക്സ് നമുക്ക് ഇതുപോലെ ചെറിയതായിട്ട് തൂത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു അറ്റം ചേർത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. നല്ല പോലെ തന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കണം. ആ ഒരു ഗ്യാപ്പൊക്കെ ആണെങ്കിലും നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അതങ്ങ് പൊട്ടി അങ്ങ് പോവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്ന് ഈ ഒരു ഷേപ്പാക്കി ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു മാവ് എല്ലാം തന്നെ പരത്തി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിംഗ് ഒക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പുറമേ ഉള്ളൊരു മാവ് നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാവുന്നതാണ്. നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിലും ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതും ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറമേ നല്ല പഞ്ഞി പോലെയും അകത്ത് ഒരു ബീഫൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയതുകൊണ്ട് പറയേണ്ട ആവശ്യം തന്നെയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.